അപ്പോൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണേ. ഇപ്പോൾ ഉള്ളത് ട്രിച്ചിയിലാണ്. ട്രിച്ചിയിൽ നിന്ന് നമ്മളിന്ന് തിരുവെറുമ്പൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതേ കണ്ടോ, ട്രിച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള പഞ്ചപ്പൂർ ന്യൂ ബസ് സ്റ്റാൻഡ്, എയർപോർട്ട് പോലത്തെ ഒരു ബസ് സ്റ്റാൻഡാണേ. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കണ്ടു നോക്കി കേട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കിഡിലൻ ബസ് സ്റ്റാൻഡാണേ. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി തഞ്ചാവൂർ പോകുന്ന ബസ് നോക്കണം. അപ്പോൾ സമയം വന്നിട്ട് 6:15 ആവുന്നു. നേരമൊക്കെ നല്ലപോലെ വെളുത്ത് വരുന്നുള്ളേ. നമ്മുടെ നാട്ടിലും ഈ ഒരു മാസങ്ങളിലൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടില്ല നേരം വെളുക്കുന്നത്, 6 കഴിയുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഏകദേശം ആ ഒരു ടൈമിലാണ് 6:37 ട്രിച്ചിയിൽ സൺറൈസ് ടൈം കൊടുത്തേക്കുന്നത്. അങ്ങനെ കറങ്ങി നടന്ന് നേരമൊക്കെ വെളുപ്പിച്ചതേ ആ കിടക്കുന്ന ബസ്സുകളൊക്കെ തഞ്ചാവൂരിന് പോകുന്നതാണേ. അങ്ങനെ നമ്മൾ തിരുവെറുമ്പൂരെത്തിയിരിക്കുകയാണേ. പഞ്ചപ്പൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ദൂരം കേട്ടോ. അത് മെയിൻ റോഡിൽ, തഞ്ചാവൂർ പോകണ മെയിൻ റോഡിലാണ്. ഇത് അവിടെ നമുക്ക് 2 വലിയ ബസ് സ്റ്റോപ്പുകൾ കാണാം. ഇവിടുത്തെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളേ. ഇതിങ്ങനെ വഴിയോര കച്ചവടങ്ങൾ നടത്തുന്ന കുറേ പേരെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇത് പഴയ ഒരു ടൗണാണെന്ന് തോന്നുന്നു. കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ, ഒരു വൃത്തിയും മെനയില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ കുറേ നേരമായി നോക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നമ്മൾ പൂരി മസാലയാണ് പറഞ്ഞിരിക്കുന്നത്. 2 പൂരി പിന്നെ മസാല ദേ ഈ പൂരിക്ക് എന്തെങ്കിലും കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഒഴിച്ചേക്കുവാണ് കേട്ടോ. നൈസ് പൂരി, ഒട്ടും കട്ടിയില്ല. പിന്നെ ചമ്മന്തി ഉണ്ട്. അതെ, ഉഴുന്നുവട വന്നിട്ടുണ്ട്, നല്ല ചൂടുള്ള ഉഴുന്നുവട. മസാല വട ഇറക്ക, മസാല വട ഇല്ല. പൂരി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പൂരി മസാലയ്ക്ക് അങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ട ടേസ്റ്റ് ഒന്നും ഇല്ല. ഏകദേശം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ലേ. പിന്നെ ഇവിടെ ഇത് കിട്ടിയത് തന്നെ ഭാഗ്യം. ഇതൊക്കെ പൂമാലകളൊക്കെ വിൽക്കുന്ന കുറേ കടകൾ നമുക്കിവിടെ കാണാം. ഇവിടെ കുറേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു പ്രധാന ക്ഷേത്രമുണ്ട്. ഇതൊക്കെ നല്ല പെട്ടക്കണ മീൻ. ഇതെന്നാ മീനാണ് ഇത്? ബ്രാല് അല്ലേ? ഇത് എത്ര കിലോ ഇറക്കിയത്? 100 അല്ലേ? കേട്ടോ. ഓ ഓക്കെ. ഇതല്ലേ ഇങ്ങനെ ഒരു ഫ്രിഡ്ജിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക്. കേരള തൊടുപുഴ തിരിയുമ്പോൾ ഇടുക്കി ഡിസ്ട്രിക്ട്. തേനി അങ്ങേ പോണ്ട. എൻ്റെ വന്നിട്ട് ലോ റേഞ്ച്, ഹൈ റേഞ്ച് പോകണ്ട, ലോ റേഞ്ച്. എറണാകുളം തിരിയുന്നു. അങ്ങനെ ഒരു 50 കിലോമീറ്റർ. കൊട്ടാരക്കര ரொம்ப ദൂരം. ഇതെന്നാ വില കിലോക്ക്? കിലോ എന്നാ വില? 500 രൂപ. ഇതെങ്ങനെയാണ് അത് കൊണ്ടുവരണത്? ഇതെങ്ങനെയാണത്? കാവേരി. ഇവിടെ കാവേരി നദി ഉണ്ടല്ലോ, കാവേരി നദിയിൽ നിന്ന് പിടിക്കുന്നതാണേ. എന്താ, എല്ലാത്തിനും ജീവനുണ്ട്. ഇവിടെ മീൻ കടകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ മീൻ കടകൾ മാത്രമല്ല, ഇറച്ചിക്കടകളും ഉണ്ട് കേട്ടോ. മട്ടൺ തൊലി ഉരിച്ച് കെട്ടി തൂക്കി ഇട്ടേക്കുന്ന കേട്ടോ. അതുപോലെ ചിക്കനുണ്ട്. നാട്ടുകോളിയല്ല, ബ്രോയിലർ കോളിയാണേ. അതുപോലെ മട്ടൻ്റെ പാർട്സ് ഇതുണ്ടല്ലേ, അതിൻ്റെയൊക്കെ രൂക്ഷ ഗന്ധം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ടല്ലേ, ഇവിടെ എല്ലാത്തരം മീനുകളും ഉണ്ട്. പാര അല്ലേ, പാര മീനുണ്ട്. ഇത് വലിയ കൊഞ്ചുണ്ട്. നമ്മുടെ കിളിയുണ്ട്, പിന്നെ ചെമ്പല്ലിയുണ്ട്, ഞണ്ടുണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. അത് നല്ല ഭംഗിയായിട്ടല്ലേ കാണാം. ഇതെന്നാ മീൻ ഇത്? ഇത് ഇവിടെ ഇതിന് കിളി എന്നാണ് പറഞ്ഞത്. നമ്മുടെ കിളി ഇതാണ്. ഇതൊക്കെ കേരളാവിലെ കിളി, ഇത് തമിഴ്നാട്ടിലെ ഇത്. ഓക്കെ. നല്ല ഭംഗിയുണ്ട്. ആ നീല കളർ കണ്ടില്ലേ? വലിയ ചിന്ന. ഇത് കൊഞ്ചിൻ്റെ വലുപ്പം നോക്കി. ചെറുതുമുണ്ട്. നമ്മുടെ ചാള ഇടയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ, നാടൻ ചാള. കൊഞ്ച് എണ്ണം തൂക്കി എടുത്ത കണ്ടോ. ഇതെന്നാ വില കിലോ? 800. 800 രൂപയാണ് കിലോയ്ക്ക്. ചിന്നത് 400, നേരെ പകുതി. ഇത് കൊള്ളാലോ. ഈ മീനുള്ള സ്ഥലത്തെല്ലാം ഈ പൂച്ചകൾ വരുന്ന പോലെ തന്നെ മീൻ കടയിലും ഒരുത്തൻ കയറി ഇരിക്കുന്നുണ്ട്. ഒരുത്തിയാണ് സെക്യൂരിറ്റിയാ. ഇത് അവനാ അവളാ? അവള് കയറി ഇരിക്കുന്നുണ്ടല്ലേ. അവനാണോ? ആരെങ്കിലും ആവട്ടെ. എന്തായാലും കോളാട്ടോ ഇവിടെയുള്ള പൂച്ചകൾക്ക്. ഇഷ്ടം പോലെ മീൻ കഴിക്കാം. കൊടുക്കാതെ അത് കൊടുക്കാതെ കഴിക്കാം. ഒന്നും എടുത്ത് കഴിക്കില്ല കേട്ടോ. ആണോ? ഓക്കെ. അപ്പം എന്തായാലും നല്ലവനായ പൂച്ചയാണേ. കൊടുക്കാതെ ഒന്നും എടുത്ത് കഴിക്കില്ല. കട്ട് തിരണ പൂച്ചയല്ല. വീട്ടിലെ പൂച്ചയൊക്കെ ആണെങ്കിൽ അടുത്ത് കൊണ്ടുവച്ചാൽ
അപ്പം തന്നെ അതെ അല്ലേ? ആ, നല്ല നല്ല സ്വഭാവമുള്ള പൂച്ചയാണ്. ഇങ്ങനെ വേണം പൂച്ചകളായാലേ. ഇത് ട്രെയിൻ പണിയോ? ഇത് അങ്ങനെ തന്നെ. ആ, ജന്മന നല്ലവനാ. അപ്പോൾ ശരി ശരി ബ്രോ. ഓക്കെ. ആ ശരിയാണോ? ഓക്കെ. അങ്ങനെ ഒത്തിരി കടകൾ, അതെ, ഇറച്ചിക്കടകൾ, മീൻ കടകളൊക്കെ ആയിട്ട് ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാം. അതിനോട് ചേർന്ന് തന്നെ ചെറിയ ഫ്ലാറ്റുകളും വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്ന കുറേ കടകളിലൂടെ കാണാതെ, മൺകുടങ്ങളും, ഇത് മണ്ണ് കൊണ്ടുള്ള അടുപ്പ്, പിന്നെ ചെറിയ പാത്രങ്ങൾ, മൺചിരാതുകൾ, പിന്നെ പൂജാ സാധനങ്ങൾ. ഇത് അവിടെ ഒരു കോവിലാണ് കേട്ടോ, ആഞ്ജനേയ കോവിൽ, ഇവിടെ ഗണേശ കോവിൽ. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ കണ്ടോ, നെയ്യ് വിളക്കുകൾ കണ്ടോ, നെയ്യ് ഒഴിച്ചേക്കുന്ന ചിരാത, അതുപോലെ നാരങ്ങ, താമര, പഴം, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ചിങ്ങനെ കുടങ്ങൾ കണ്ടോ. അതിങ്ങനെ മേളിൽ വന്നിട്ട് ഇതിങ്ങനെ ഒരു അടപ്പും ഉണ്ട് കേട്ടോ. ഇത് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട്, കല്യാണത്തിന് ചടങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. പിന്നെ അതെ മൺകുടുക്ക, പിന്നെ ഇതൊക്കെ ചീനച്ചട്ടി. ഇത് മണ്ണാണേ, പക്ഷേ അതിൻ്റെ കുഴ നോക്കിയാൽ കുഴ വന്നിട്ട് അലുമിനിയമാണ്. അപ്പം അങ്ങനത്തെ കുറേ കടകൾ കാണാം. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. മൺചട്ടിയിൽ ഇങ്ങനത്തെ കുഴ പിടിപ്പിച്ചേക്കുന്നത് ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. അത് കൊള്ളാം അല്ലേ. അത് നെട്ടും ബോൾട്ടും വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. കൊള്ളാം, അത് വെറൈറ്റി ആയിട്ടുണ്ട്. 250 എല്ലാം 250 ആ സൈസ് വ്യത്യാസമുണ്ട്. ചെറുതിന് 250, ഇത് 350. കൊള്ളാം കേട്ടോ. ഇത് കൽച്ചട്ടി. ഇത് കല്ല, അത് മണ്ണ് അല്ലേ? ഈ കൽച്ചട്ടി എന്ന് പറഞ്ഞ ചട്ടി ഉണ്ടല്ലോ, കൽച്ചട്ടി അല്ല, ഇത് മണ്ണാണ്. കേരളാവിൽ ഇருக்கு കൽച്ചട്ടി ഇருக்கு. ഇത് എങ്ങനെയാണ് കൊണ്ടുവരണേ? ഇത് നാഗർകോവിലിൽ നിന്നാ. എൻ്റെ ഇടത്തൊക്കെ പേര് ചുങ്കാങ്കട. അങ്ങനെയാണ് അത് കൊണ്ടുവരണേ. അപ്പോൾ നമ്മൾ നാഗർകോവിൽ വീട് ചെയ്തപ്പം ചുങ്കാങ്കടയിൽ പോയായിരുന്നല്ലോ, മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുവരണം അല്ലേ? നിങ്ങൾ പോയി എടുക്കുക. അതെങ്കിൽ പോയി ഓക്കെ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ മൺപാത്രങ്ങളെല്ലാം തന്നെ നമ്മളാ പോയ ചുങ്കാങ്കടയിൽ നിന്ന് അവിടെ നിർമ്മിക്കുന്നത്, അവിടെ നിന്ന് കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മൺപാത്ര നിർമ്മാണ ഇടമാണ് ചുങ്കാങ്കട എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ മൺകലങ്ങളൊക്കെ ഇല്ലേ, ഇത് പ്ലെയിൻ ആയിട്ടുള്ള കലങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവർ ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇനാമൽ പെയിൻ്റ് ആണ്. ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ട് ഇവർ വരയ്ക്കുന്നതാണ് കേട്ടോ. അതിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അതിലേറ്റവും വലിയ കലം മേളിൽ വെച്ചു, പിന്നെ ചെറുതായിട്ട് മേളിലേക്ക് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടല്ലേ അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു കൂമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, അതാണ് അതിൻ്റെ ഏറ്റവും മേളിൽ. ഇത് കല്യാണത്തിന് ഇത് എപ്പോഴാണ് യൂസ് പണ്ണത്? பொண்ணு மாப்பிள்ளையோட செஞ்சு அதில் தண்ணி ஊற்றி மஞ்சள் போட்டு மோதிரம், சங்கு, അവരൊരു ചടങ്ങാട്ടോ. அதெல்லாம் ஊற்றி பொண்ணு மாப்பிள்ளை அதில் கையை விட்டு எடுப்பாங்க. അത് ചെറുക്കനും പെണ്ണും കൂടെ ചെയ്യുന്നൊരു ചടങ്ങാന്ന് പറഞ്ഞത്. മഞ്ഞൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഓക്കെ, ഇതിനെന്നാ ചൊല്ലുവാങ്ക? മൂൾ. ഈ കൂമ്പ് പോലെ സാധനമില്ല, അതിന് മൂൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇതിൻ്റെ മേളിൽ വയ്ക്കുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് കേട്ടത്. ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഓക്കെ. അപ്പം ഈ ഒരു സെറ്റിന് 1200 രൂപയാണ് കേട്ടോ. ഈ ഹൈവേയുടെ ഓരം പിടിച്ച് എന്തായാലും കുറച്ച് ദൂരം അങ്ങ് നടക്കാം. ഇപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട ആ അമ്പലമല്ലേ, അതിൻ്റെ ഗോപുരം ഉയർന്നു നിൽക്കുന്നത് കേട്ടോ. ഈ തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ഗോപുരങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കൂടുതലും ഇങ്ങനെ പല വർണ്ണങ്ങളൊക്കെ അടിച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും കേട്ടോ. കണ്ടോ, അതിൽ കുറേ ദൈവങ്ങളൊക്കെ കാണാം. ആഞ്ജനേയൻ നമ്മുടെ നേരെ ഇങ്ങനെ തൊഴുത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ മുന്നിലായിട്ട് അങ്ങ് ദൂരെ ഒരു മലയും, ആ മലയുടെ മേളിലൊരു കോട്ടയൊക്കെ പോലെ പണിത് വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. കുറച്ച് ദൂരം നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഇവിടെ ഒരു ചെറിയൊരു ആല കാണാവേ. അവിടെ എന്തൊക്കെയോ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ, ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സൈക്കിളിൻ്റെ നമ്മുടെ പണ്ടത്തെ ഹെർക്കുലീസ് ഇല്ലേ, ഹെർക്കുലീസിൻ്റെ വലിയ സൈക്കിള്, അപ്പോൾ ആ സൈക്കിളിൻ്റെ ബ്രേക്ക് ലിവറാണേ. ഇത് എവിടെ നിന്നാണ് ഇത്രയും സംഘടിപ്പിച്ചവർ? അതുകൊണ്ടല്ലേ ഈ പൊളിക്കുന്ന സൈക്കിളിൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് അയ്യോ, ഞാൻ ഇപ്പോൾ പിടിച്ചേനെ. അത് പഴുത്തിരിക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഹുക്കാണ്. ഈ ചരക്കുകളൊക്കെ കൊണ്ടിരുന്ന ചാക്കെടുത്ത് പൊക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹുക്കാണ്. അത് ലൈവായിട്ടിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കാണാം ഉണ്ടാക്കുന്നത്. ഉണ്ടല്ലേ, വലിയ കൂടം ചുറ്റിലേക്ക് അടിച്ച് പരത്തുവാണ്. കണ്ട, അവിടുന്ന് പുറകിൽ നിന്ന് ഒരാൾ ആ
ബേണർ ഇങ്ങനെ കറക്കി കൊടുക്കുവാണേ ഉല. ഇവിടെ 3 പേരാണ് ഈ ഒരു ജോലി ചെയ്യാനായിട്ട്. ഇവിടെ ഈ എണ്ണം ചെറിയ ചുറ്റുകയും കണ്ട് അടിക്കും ഉണ്ടോ. അത് ഷേപ്പ് ആക്കണം, വളയ്ക്കണം നോക്കിയോ കേട്ടോ, അട്ടിച്ച് വളയ്ക്കണം കേട്ടോ. ഓ ഇത് കണ്ടില്ലേ നോക്കേ, കറക്റ്റ് വളച്ചെടുത്ത കണ്ടോ. ഓ പിടിച്ച് കഴിഞ്ഞുണ്ടല്ലോ എല്ലാമേ പെണ്ണാങ്ക. ആ അപ്പോൾ ഉല കത്തിക്കാനായിട്ട് കണ്ടോ ഉമിയാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടല്ലേ ഉമിയും കരിയും അതൊക്കെയാണ്. ഉമി ഇത് ഉമി. എന്താ കരി അടുപ്പ്. ഇത് ഇവിടുത്തെ എന്തോ പാർട്ടി പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണേ. എൻ്റെ പൊന്നു ഫ്ലെക്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ കൊടിയുടെ രൂപത്തിൽ ഇത് കണ്ടില്ലേ, ആ ഒരു ഫ്ലാഗ് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റും. ഇത് കാണുമ്പോൾ ഏകദേശം സാദൃശ്യം തോന്നുന്നത് എന്താ പറയും, ഓൾ ഇന്ത്യന്മാർക്ക് ഇങ്ങനെ ബാഡ്ജ് കുത്തില്ലേ, അപ്പോൾ അതേ ഒരു ഷേപ്പിൽ. അയ്യോ അതെന്നാ വലിപ്പം നോക്കി. ഓ അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് വന്നപ്പോൾ അല്ലേ കണ്ടേ. ഇതാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന ടൗൺഷിപ്പ്. കണ്ടില്ലേ, നമ്മളാ ബസ് ഇറങ്ങിയ സ്ഥലമല്ല കേട്ടോ. ഇവിടെ നല്ല കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് ട്രിച്ചിയിലേക്ക് 10 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ വന്നത്. ആ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരം കാണിക്കുന്നുണ്ട്. ട്രിച്ചി ടൗണിലേക്ക് 10 കിലോമീറ്റർ ഉള്ളൂ. കോയമ്പത്തൂർ 212 കിലോമീറ്റർ, ചെന്നൈ 315 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ കേരള ഫുഡ് ഹബ്ബ് എന്ന് പറഞ്ഞൊരു വലിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് ഓപ്പൺ അല്ലാന്ന് തോന്നണം കേട്ടോ. എന്തായാലും നമ്മൾ ആ ദൂരെ നിന്ന് കണ്ട ആ ഒരു മലയുടെ അടുത്തെത്തി കേട്ടോ. നേരെ മുന്നിൽ കണ്ടോ ആ മല. അപ്പോൾ ബസ് ഇറങ്ങിയെടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് പുറകോട്ട് നടന്നു തന്നെ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിർത്തുന്നത്. ഈ കോവിലിൻ്റെ പേര്, ഇതൊരു കോവിലാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഈ മലയുടെ താഴ്വാരം എന്ന് പറയുന്നത് ചെറിയൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ചെറിയ റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ ധാരാളം വീടുകളുണ്ട്. അതിൽ കുറച്ച് വീടുകൾ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. മലയുടെ തൊട്ട് താഴെയാണെന്ന് വിചാരിക്കണം. ഇങ്ങനെ ചെറിയ വീടുകൾ, അതിങ്ങനെ തൊട്ട് നിൽക്കുന്ന വീടുകളാണ്. ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ബോഗികൾ കണക്ട് ചെയ്ത് വയ്ക്കില്ല, അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണാം കേട്ടോ. എല്ലാം തന്നെ ചെറിയ വീടുകളാണ്. ശരിക്കും പറഞ്ഞാൽ ആ വീടുകൾക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സ്ഥലത്താണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടുകാർക്ക് അത്ര സ്ഥലം ഉണ്ടാവുള്ളൂ. ആ വീടിരിക്കാൻ മാത്രമുള്ള സ്ഥലമുള്ളൂ. അതിൻ്റെ പുറകോട്ടും ഇല്ല മുൻപോട്ടും ഇല്ല. അങ്ങനെയുള്ള ധാരാളം വീടുകൾ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവർ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താണ് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രിച്ചിയിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ഡെയിലി സർവീസ് നടത്തുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഡീലക്സ് ബസ്സിനാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് 4:15 മൂവാറ്റുപുഴയിൽ നിന്ന് ബസ് കയറിയതാണ്. കൃത്യം 3:15 വെളുപ്പിന് 3:15 ആയപ്പോഴത്തേനും ട്രിച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പഞ്ചപ്പൂർ വന്നിട്ട് അങ്ങനെയാണ് നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ ആ കോട്ടയുടെ മേളിലൊരു ക്ഷേത്രമുണ്ട്, എരുമ്പീശ്വര ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ താഴെയായിട്ട് ഇവിടെ നമുക്ക് വലിയൊരു കുളം കാണാം. അതുപോലെ കുളത്തിൻ്റെ മധ്യത്തിലായിട്ടൊരു മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് മേളിലേക്ക് പ്രവേശിക്കേണ്ടത് കേട്ടോ. കവാടം കണ്ടില്ലേ, ശരിക്കും ഒരു കോട്ട പോലെ അല്ലേ, ശരിക്കും ഒരു കോട്ട പോലെ തന്നെയുണ്ട് കാണാൻ. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേത് ഗണപതി ക്ഷേത്രവും രണ്ടാമത്തേത് ആഞ്ജനേയ ക്ഷേത്രവുമാണ്. അപ്പോൾ ചെരുപ്പുകളൊക്കെ ഊരിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പം ഇവിടെ ഇങ്ങനെ ഒരു കാളയുടെ ഒരു രൂപം കാണാം. തടിയിൽ നിർമ്മിച്ചേക്കുന്നതാണ്. ഇവിടെ ഉത്സവത്തിനൊക്കെ പ്രധാനമായിട്ടും എഴുന്നള്ളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ശിവരാത്രിയാണ് ഇവിടുത്തെ ഒരു പ്രധാന ഉത്സവം. ശിവരാത്രിയാണ്. ഇത് ശിവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം പടവുകളുണ്ട്. ഇങ്ങനത്തെ കല്ലിൽ തീർത്തേക്കുന്ന പടവുകൾ ഏകദേശം 125ഓളം പടവുകളുണ്ട് മേളിൽ വരെ. നമ്മൾ കയറുന്ന വഴിക്ക് ഈ കൽഭിത്തിയിലൊക്കെ ധാരാളം ലിഖിതങ്ങൾ കാണാം കേട്ടോ. ഇതൊക്കെ ചോള കാലഘട്ടത്തിൽ എഴുതിയ ലിഖിതങ്ങളൊക്കെയാണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയൊരു പാറ കാണാം കേട്ടോ. ഏകദേശം 60 അടി ഹൈറ്റിലുള്ള പാറയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഒരു കോട്ട പോലെ നിർമ്മിച്ചേക്കുന്നില്ല. അതിൻ്റെ അകത്താണ് ക്ഷേത്രം വരുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് ഈ പറഞ്ഞ പോലെ പടവുകളുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്നൊരു സൈറ്റാണ്. അപ്പോൾ ട്രിച്ചിയിൽ തന്നെ മലൈക്കോട്ടയിൽ റോക്ക് ഫോർട്ട്, അതിനോട് ചെറിയൊരു രൂപസാദൃശ്യമുണ്ട്. പക്ഷേ മലൈക്കോട്ടയുടെ അത്രയും ഹൈറ്റൊന്നുമില്ല കേട്ടോ ഈ പാറയ്ക്ക്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാമറ യൂസ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ഈ ആക്ഷൻ ക്യാമറ അതുപോലെ പ്രൊഫഷണൽ ക്യാമറാസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. മൊബൈലിൽ നമുക്ക് വീഡിയോ എടുക്കാം. രണ്ടും വീഡിയോ തന്നെയല്ലേ, അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്.
അപ്പോൾ എന്തായാലും ഞാൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. മൊബൈലിലാണ് എടുത്തത്, ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അകത്ത് നിന്നോട്ട് നമുക്ക് സംസാരിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ക്ഷേത്രത്തിന് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ചരിത്രം എന്ന് പറയുന്നത് ക്ഷേത്രം ഇവിടെ 8-9 നൂറ്റാണ്ടുകളിൽ തിരുപ്പുറമ്പിയം യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായിട്ട്, അതായത് യുദ്ധം വിജയിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ട് ആദ്യത്തെ ചോളൻ നിർമ്മിക്കുന്നതാണ്. കാവേരി നദിയുടെ തീരത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10-ാം നൂറ്റാണ്ട് മുതലുള്ള ചോള രാജവംശത്തിൽ നിന്നുള്ള ലിഖിതങ്ങളും നിരവധി ലിഖിതങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പിന്നെ 1751 നടന്ന ഫ്രഞ്ച് ബ്രിട്ടീഷ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ആ ഒരു സൈനികർ, അതായത് കാലാൽ പടകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതൊരു കോട്ട പോലെയുള്ള ഒരു ആ രൂപത്തിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സേഫായിട്ട് താമസിക്കാൻ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും കല്ലുകൊണ്ട് ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലൊക്കെ നമുക്ക് ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു കോട്ടമതിലില്ലേ, അതിൻ്റെ അകത്തായിട്ട് വീണ്ടും ഒരു ചുറ്റുമതിലുണ്ട്. അതിനുള്ളിലായിട്ടാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപപ്രതിഷ്ഠകളും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ 6 കാല പൂജകളാണ് അനുഷ്ഠിച്ചു വരുന്നത് കേട്ടോ. ഇനിയിപ്പം ഐതിഹ്യം അനുസരിച്ച് താരകാസുരൻ എന്ന അസുരൻ ദേവലോകത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ അതിൽ വിഷമിതനായ ദേവേന്ദ്രനും മറ്റ് ദേവഗണങ്ങളും കൂടി ബ്രഹ്മാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് ഈ വിഷമം അറിയിക്കാനായിട്ട്. അപ്പോൾ ബ്രഹ്മാവ് ഉപദേശിച്ചു ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ശിവൻ്റെ അടുത്ത് നിന്ന് ശിവനെ പൂജിച്ച് പ്രസാദപ്പെടുത്താൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ശിവൻ്റെ അടുത്തേക്ക് ഈ ദേവേന്ദ്രനും ദേവഗണങ്ങളും കൂടി പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരൂപത്തിലല്ല, എറുമ്പുകളുടെ രൂപം ധരിച്ചാണ് പോകുന്നത്. കാരണം വീണ്ടും താരകാസുരം കണ്ട് അവരെ ആക്രമിക്കാതിരിക്കാനായിട്ട്, തിരിച്ചറിയാതിരിക്കാനായിട്ട്. അങ്ങനെ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ശിവലിംഗത്തിൻ്റെ മുകളിൽ കയറാനായിട്ട് ഈ ഉറുമ്പുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വഴുവഴുപ്പുള്ളൊരു പ്രതലമായതുകൊണ്ട് തന്നെ കയറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശിവൻ അത് മനസ്സിലാക്കിയ ശേഷം ഒരു പുറ്റിൻ്റെ രൂപത്തിൽ ആയിട്ടോ. അപ്പോൾ എളുപ്പം കയറാമല്ലോ. അങ്ങനെ പിന്നെ കുറച്ചുകൂടി എളുപ്പം കയറാനായിട്ട് ശിവൻ എന്ത് ചെയ്തു, ഈ ശിവലിംഗം ഒന്ന് ഇങ്ങനെ ചരിച്ചു കൊടുത്തു. അപ്പോൾ എളുപ്പം കയറാൻ പറ്റില്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത്, ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവലിംഗ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗ രൂപത്തിലാണുള്ളത്. അതിങ്ങനെ ചെരിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഐതിഹ്യം അനുസരിച്ച് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ശിവനെ പൂജിച്ച് പ്രസാദപ്പെടുത്തുകയും ശിവൻ താരകാസുരനെ വധിച്ചിട്ട് വീണ്ടും ദേവലോകം വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഐതിഹ്യം അനുസരിച്ച് പറയുന്നത് കേട്ടോ. അപ്പം ഐതിഹ്യം അനുസരിച്ച് ആ ഒരു ശിവലിംഗം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ എറുമ്പുകളുടെ രൂപത്തിൽ വന്ന് ശിവനെ ആരാധിച്ചുകൊണ്ട് ഇവിടുത്തെ ശിവനെ അറിയപ്പെടുന്നത് എറുമ്പീശ്വരർ എന്നാണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് പേര് വന്നതും ഈ എറുമ്പീശ്വരർ എന്ന പേരിൽ നിന്നാണ്. തിരുവെറുമ്പൂർ എന്നുള്ള പേര് വരെ ഉണ്ടായെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവാരത്തിൻ്റെ പുണ്യസ്തുതികളിൽ ആലപിക്കപ്പെട്ട പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണെന്നും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഇത് ഇവിടെ നോക്കിയ പച്ചക്കറികളൊക്കെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ. ഒക്കെ മേടിക്കാനായിട്ട് 2 പേര് നിൽക്കുന്നുണ്ട്. ചെറിയ ഉള്ളി 4 കിലോയ്ക്ക് 100 രൂപ. എല്ലാം കമ്മിയാ, എല്ലാം കമ്മിയാ, ഹോൾസെയിൽ. ഇതെങ്ങനെയാണ് ഇത് എടുക്കണേ? മാർക്കറ്റ് 20 rupees. ഗാന്ധി മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റ്. നമ്മുടെ നാട്ടിലെ ആ ഒരു പ്രൈസൊക്കെ തന്നെ കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ കണ്ട പോലെ തന്നെ ഒരുപാട് വീടുകൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു മലയുടെ ഓപ്പോസിറ്റ് സൈഡാണ്, അപ്പുറം വീടുകൾ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അതുപോലെ നമുക്ക് ആ മലയുടെ മുകളിലേക്ക് ഇതിലേയും കയറാമല്ലോ. ഇതിലൊരു എൻട്രൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പിലേക്ക് ആ ക്ഷേത്രമുള്ള അവിടേക്ക് എത്താൻ പറ്റില്ല. ഇത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അവിടേക്ക് പോകാനായിട്ട് ഉള്ളൊരു എൻട്രൻസാണ് ഈ കാണുന്നത്. അപ്പോൾ അതും ഒരു ശിവൻ കോവിലാണേ. അപ്പോൾ എന്തായാലും മേളിലേക്ക് കയറത്തില്ല കേട്ടോ. അവിടെയൊക്കെ മുള്ളുകമ്പി വെച്ചിട്ട് വേലി തിരിച്ചേക്കുവാണ്. ഇവിടെ എല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുവാണേ. പച്ചക്കറിയും പലചരക്കും അങ്ങനെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇതുപോലെയുള്ള വണ്ടികളിൽ എത്തിക്കുവാണ്. ഇവിടെ ഈ വീടുകൾ ഒരുപാടുണ്ടല്ലോ. கொத்தவரை வத்தல், வெங்காய வத்தல், அப்பளம், அப்பளப்பூ, மிளகு அப்பளம், மிளகு அப்பளப்பூ, கலரப்பளம், അങ്ങനെയുള്ള പലഹാരങ്ങളാണ് ഇതിൽ വിൽക്കുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും വണ്ടികളിൽ എത്തിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഒത്തിരി വീടുകൾ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ആദ്യം കണ്ട ആ ഒരു വീടുകൾ മാത്രമല്ല, ഒരുപാട് വീടുകളുണ്ട്. ഈ കണ്ട അവിടെയാണ് നമ്മൾ കയറിയ ഒരു പാറയുള്ള ക്ഷേത്രമൊക്കെ വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ചുറ്റിനും ധാരാളം വീടുകൾ കാണാം. ഇതൊക്കെ ഇവിടെ വലിയൊരു കാളവണ്ടി കാണാവേ. ഇത് കണ്ടിട്ട് നല്ല ഹെവിയാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഇത് സാധാരണ ചക്രമല്ല, അത് കണ്ടില്ലേ, വലിയ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഹെവി ആയിരിക്കും. അതിൻ്റെ ഇത് കൊണ്ടൊക്കെ മൊത്തം ഉണ്ടാക്കിക്കുന്ന രീതിയെല്ലാം വ്യത്യാസമുണ്ട്. ഇത് ഹെവി ലോഡൊക്കെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന കാളവണ്ടിയാണ്. ഇത് കണ്ടില്ലേ,
കാളേനെ കെട്ടണ ആ ഒരു തടിയുടെ വണ്ണമൊക്കെ ഉണ്ടല്ലോ, സാധാരണ ഇത്രയും വണ്ണം ഉണ്ടാവാറില്ലല്ലോ. അത്രയും ഹെവി ലോഡ് താങ്ങുന്ന വണ്ടിയാണിത്. അപ്പോൾ ഞാൻ ആ കാണിച്ച കേരള റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത് ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പം പുറത്ത് നോൺ എ സിയും ഇത് AC ആണ്. AC ക്ക് അത് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കേരള മീൽസ് ഉണ്ടോ, എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് തിരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സും പിന്നെ ഭിത്തിയിലൊക്കെ ഉണ്ടല്ലേ ചിത്രങ്ങളൊക്കെ വരച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ ക്രൗഡില്ല കേട്ടോ, AC ക്കകത്തില്ല, പുറത്ത് നല്ല തിരക്കുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ അതിങ്ങനെ വലിയൊരു മെനു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അൽഫാം, തന്തൂരി, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്, റൊട്ടി ഉണ്ട്. എനിക്ക് റൊട്ടി ഭയങ്കര ഇഷ്ടമാണ്. കേരള മീൽസൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞാൽ, പക്ഷേ കേരള മീൽസ് എന്ന് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ റൈസൊക്കെ ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈസായിരിക്കും, കറികളൊക്കെ ആ ഒരു ടൈപ്പ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ടേ, കാര്യം പറഞ്ഞാൽ ഈ മെനു കാർഡൊക്കെ മൊത്തം അരിച്ചു കുറയ്ക്ക് നോക്കൂ കേട്ടോ. എന്നിട്ട് അവസാനം എത്തിപ്പെടുന്നത് ഈ ഐറ്റത്തിലേക്കായിരിക്കും. ബിരിയാണി, ഇതിൽ കുറേ ബിരിയാണി ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. വെജ്, എഗ്ഗ്, മഷ്റൂം, ചെട്ടിനാട് ചിക്കൻ, ഇത് നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി ഒക്കെയാണ് കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. മലബാർ ചിക്കൻ ബിരിയാണി 200 രൂപ. അപ്പോൾ ഇതാണ് ബിരിയാണി. കണ്ടിട്ട് നമ്മുടെ ബിരിയാണി പോലെ ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം. അതുപോലെ സലാഡുണ്ട്, പിന്നെ പ്ലേറ്റിൽ നോക്കി വാഴയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് വന്നിട്ട് പാർട്ട്ണർഷിപ്പിലാണ്, ഒരു മലയാളിയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു രണ്ടുപേര് ചേർന്നിട്ട് നടത്തുന്നതാണ്. ചിക്കൻ ഒരു പീസേ ഉള്ളൂ, തമിഴ്നാട്ടിൽ ഒരു പീസ് ചിക്കനേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസാണ്. അങ്ങനെ ഒത്തിരി മസാലയൊന്നുമില്ല കേട്ടോ. ചിക്കൻ്റെ മസാല വ്യത്യാസമുണ്ട്. അൽഫാമിൻ്റെ മസാലയില്ലേ, ആ മസാലയാണ് ചേർത്തേക്കുന്നത്. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ചെറിയൊരു സ്പൈസിയാണ്. എഗ്ഗിൻ്റെ കാര്യം പറയാൻ മറന്നു കേട്ടോ, ഒരു എഗ്ഗും ഉണ്ട്. എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. കാരണം ഈ ബിരിയാണിക്ക് അൽഫാമിൻ്റെ ഫ്ലേവർ വരുമ്പം, പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊരു മലബാർ ബിരിയാണി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ മാറിയപ്പോൾ ടേസ്റ്റ് മാറിയില്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാനും പറ്റില്ല. 210 രൂപയാണ് GST ചേർത്ത്. ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ ഹോട്ടലിൽ 150 രൂപ അല്ലെങ്കിൽ 160 രൂപ കിട്ടുന്ന ബിരിയാണി. ഇവിടെ AC സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, തിരുവനന്തപുരത്തിൽ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പുറം കിടന്ന് അവിടെ ആ റോഡിൻ്റെ അവിടെ പോയി നിൽക്കണം, എന്നാലാണ് അവിടുന്ന് ബസ് കിട്ടുള്ളൂ. അതുകൊണ്ടല്ല അമ്പലം, രാവിലെ അമ്പലമൊക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ ട്രിച്ചിയിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് റോക്ക് ഫോർട്ടൊക്കെ വരുന്ന ആ ഒരു പ്രദേശമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ടൂറിസ്റ്റുകളും ഇവിടെ പ്രാദേശികരൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, നമുക്കിപ്പോൾ തന്നെ കാണാം ഇവിടുത്തെ ഒരു ക്രൗഡ് എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ റോക്ക് ഫോർട്ടിൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്, ചത്തിരം ബസ് സ്റ്റാൻഡ്. അപ്പോൾ ചത്തിരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് ബസ് വരും കേട്ടോ. അപ്പോൾ ഇത് ചത്തിരം ബസ് സ്റ്റാൻഡ്, നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലാണ് വന്ന് ഇറങ്ങിയത് കേട്ടോ, തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഇവിടുന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ റോക്ക് ഫോർട്ടിലേക്ക്, മലൈക്കോട്ടയിലേക്ക്. ഓൾറെഡി റോക്ക് ഫോർട്ടിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ പഞ്ചപ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സെയിം വീഡിയോയിൽ റോക്ക് ഫോർട്ടും ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നാലും ഈവനിങ് ടൈമിൽ അടിപൊളിയാണെന്ന് പറഞ്ഞത് റോക്ക് ഫോർട്ടിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ അവിടെ പോയി ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇത് റോക്ക് ഫോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ വലിയൊരു കുളമൊക്കെ കാണാം. അതിൻ്റെ മുകളിൽ ഇത് ആ ഒരു ഭാഗത്താണ്. ഇവിടുന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ അല്ലേ, അത് തന്നെ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ, കണ്ടില്ലേ. അതിൻ്റെ മുകളിലേക്ക് ചെല്ലണം. ഭയങ്കര ക്രൗഡായിട്ടുള്ളൊരു പ്ലേസാണ്, കണ്ടില്ലേ. ഇന്ന് പോരാത്തതിനൊരു വീക്കെൻഡും കൂടെയാണ്. അപ്പോൾ ഈ റോക്ക് ഫോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ധാരാളം കടകളുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് തുറന്നിരിക്കുന്ന കടകളാണ്. ഇവിടെ നമുക്ക് റോക്ക് ഫോർട്ട് കാണാം. നല്ല തിരക്കാണ് എപ്പോഴും. ഈ വഴിയിൽ നമുക്ക് നടക്കാൻ പോലും സാധിക്കില്ല, അത്ര തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടികളെല്ലാം കുത്തിക്കയറ്റി കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ഒരു ഭാഗത്തും കടകളുണ്ടായിരുന്നു. അവിടെ ഒറ്റ കടകൾ ഇപ്പോൾ കാണുന്നില്ല. മിക്കവാറും കടകളൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടാവും, കാരണം ഈ തിരക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു മാർക്കറ്റും കൂടിയാണ്. ഏത് ഈ നമ്മൾ റോക്ക് ഫോർട്ടിലേക്ക് പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞ ഒരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണെന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ നല്ല തിരക്കായിരിക്കും കേട്ടോ. കണ്ടില്ല, ഇവിടെയൊക്കെ ഈ ഒരു ഏരിയയിൽ മെയിനായിട്ടും സ്വർണ്ണക്കടകളാണ്. ഒരുപാട് കടകളുണ്ട്, സ്വർണ്ണക്കടകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പോത്തീസിൻ്റെ ഒക്കെ ഉണ്ട്. അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ്, ഭീമ അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നിരവധി ഷോറൂംസൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം കേട്ടോ. ഇതിവിടെ ചക്കപ്പഴം ഇതുണ്ടോ, ചുളകളാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ വിൽക്കാനായിട്ട്. നല്ല സ്മെല്ല്. വരിക്കച്ചക്കയാണ്. ഇത് എവളാണ് അത്? എവളോ? 1 കിലോ 100 രൂപ. 1 കിലോ 100 രൂപ. നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക കണ്ടെന്നിട്ട് ഇവിടെ വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാം കേട്ടോ. ഇല്ല,
നല്ല പഴുത്ത ചക്കയാണ്. നന്നായിട്ട് പഴുത്താണ് കണ്ടില്ലേ. ഇതാണ് കറക്റ്റ് ഭാഗം. ഇതാണ് കുറച്ച് ടേസ്റ്റ് കഴിക്കാൻ. അത് പഴുപ്പ് കൂടി പോയതാണ്. 1 കിലോയ്ക്ക് 100 രൂപ. ചക്കപ്പഴത്തിൻ്റെ ഒക്കെ ഒരു ഡിമാൻഡേ തമിഴ്നാട്ടിൽ. നമ്മുടെ പറമ്പുകളിലൊക്കെ വെറുതെ പഴുത്ത് ചീഞ്ഞ് ആടിപ്പോവല്ലേ. എന്തായാലും തിരിച്ചു വരും വാങ്ങാം. ഈ ചക്കപ്പഴം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. അത് കണ്ടില്ലേ, ഈ കടകളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. എല്ലാവരുടെയും കയ്യിൽ ഓരോ സഞ്ചി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ ഡ്രസ്സിൻ്റെയാണ്. ശാരദാസ് അങ്ങനെയുള്ള റൈമുണ്ട്, അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുടെ ഒക്കെ ഷോറൂംസ് നമുക്കിവിടെ കാണാം കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ ഓരോ സഞ്ചി കാര്യങ്ങളൊക്കെ ഉണ്ട്. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് മലൈക്കോട്ടയിലേക്ക് പ്രവേശിക്കേണ്ട എൻട്രൻസ്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് കച്ചവടക്കാരെ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കടകളൊക്കെയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നമ്മുടെ തഞ്ചാവൂർ ഡാൻസിങ് ഡോൾ ഉണ്ട്, അങ്ങനെയുള്ള ചെറിയ വിഗ്രഹങ്ങൾ, കീ ചെയിനുകൾ, മാലകൾ, അങ്ങനെയുള്ള ഐറ്റംസ്, ടോയ്സ് ഉണ്ട്. മേളിലേക്ക് ചെരുപ്പ് അലൗഡല്ല കേട്ടോ, ഇങ്ങനെ കടയിൽ കൊടുക്കാം. അപ്പോൾ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് പൈസയൊന്നും വാങ്ങിക്കില്ല, പക്ഷേ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഇത് ഇവിടെ മേളിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള മൊത്തം 437 സ്റ്റെപ്പുകളുണ്ട്. പിന്നെ ഇവിടെ വരുന്നൊരു ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വരരുത് കേട്ടോ. ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ട് എന്നെക്കൊണ്ട് ഇത് കേട്ടോ എൻ്റെ ലുങ്കി മേടിപ്പിച്ചു. പാൻറ്റ് കുഴപ്പമില്ല, ജീൻസ് കുഴപ്പമില്ല, അല്ലെങ്കിൽ മുണ്ടെടുത്തുകൊണ്ട് വരണം. അറിയില്ലായിരുന്നു, കഴിഞ്ഞ ശേഷം ജീൻസ് ഇട്ടുകൊണ്ടാണ് വന്നേ. അതുകൊണ്ട് ഈ കാര്യം അറിയില്ലായിരുന്നു. 150 രൂപ കൊടുത്ത് നല്ല കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഈ റോക്ക്ഫോർട്ടിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ഇത്. ഇവിടെ അതിൻ്റെ അകത്ത് സ്വാമി അമ്മൻ, മേളിൽ ഉച്ചിപ്പിള്ളയാർ ഗണപതി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റാണ്. അപ്പം ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കേവ് ടെമ്പിളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. കുറേ തൂണുകളും അതിൽ കൊത്തുപണികളൊക്കെ കാണാം. എന്തായാലും നമുക്ക് മേളിൽ പോകട്ടോ. അപ്പം ഈ കയറുന്ന എൻട്രൻസിലായിട്ടൊരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ കടന്നു വരുന്നത്. അതിനോട് ചേർന്ന് ഈ ലുങ്കിക്കട. അപ്പോൾ ഈ ഷോർട്ട്സൊക്കെ ഇട്ടുകൊണ്ട് വന്നവരെ അവിടുത്തെ ലുങ്കി വാങ്ങിപ്പിക്കും. അത് ഒരു ബിസിനസ് ആലോചിച്ച് നോക്കി. ഷോർട്ട്സ് ഇട്ട് കയറിയപ്പോൾ എന്താണ് കുഴപ്പം? സൺസെറ്റിൻ്റെ ടൈമാണ്. ഇതൊന്നും വലിയ തിരക്കൊന്നുമില്ലാന്ന് തോന്നുന്നു. തിരക്ക് വരുന്ന സമയത്ത് ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു പന്തലാണ് ഈ കാണുന്നത്. അപ്പോൾ റോക്ക്ഫോർട്ടിൻ്റെ ഏറ്റവും മേളിലാണ് ഗണപതി ക്ഷേത്രം ഉള്ളത്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഉച്ചിപ്പിള്ളയാർ ടെമ്പിൾ. അപ്പോൾ അങ്ങോട്ട് ക്യാമറ അലോ ചെയ്യില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേനും ഈ ആൽമരത്തിൽ ഒരുപാട് തൊട്ടിലുകൾ, ചെറിയ തൊട്ടിലുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതെ കാണാം, സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കാഴ്ച അന്നില്ലായിരുന്നു കേട്ടോ. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നോക്കി ഇങ്ങനെ കല്ലുകൾ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ്. ഈ വീടുകളൊക്കെ ഇല്ലാത്തവർ വന്നിട്ട് അവർ നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. അതിങ്ങനെ ഇതൊക്കെ വലിയ വീടുകൾ വേണ്ടവർക്കാണ് ഇത്രയും അടുക്ക് കല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഞാൻ തമാശ പറയുന്നതല്ല കേട്ടോ, ശരിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും പോയ ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടായിരുന്നു, ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, കർണാടകയിൽ നമുക്ക് കാണാവേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ധർമ്മസ്ഥലയിൽ പോയപ്പം അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു കാഴ്ച. അപ്പോൾ അവിടെ ഒരു സ്വാമിയാണ് പറഞ്ഞു തന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. ഈ കല്ലുകളൊക്കെ ഇവിടെ വരുന്നവർ എവിടെ നിന്നായിരിക്കും കൊണ്ടിരുന്നത്? താഴെ നിന്ന് പറക്കിക്കൊണ്ടിരുന്നതാണോ, അത് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കുന്നതാണോ? ഇത് കണ്ടോ, ഈ കോൺക്രീറ്റ് പാളികളൊക്കെ കാണാം കേട്ടോ. മിക്കവാറും ഇതൊക്കെ അടിച്ച് പൊടിച്ച് വയ്ക്കുന്നതായിരിക്കും. 83 മീറ്റർ ഹൈറ്റിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പാറയ്ക്ക് തന്നെ 3.8 ബില്യൺ ഇയേഴ്സ് പഴക്കമുണ്ട്. പിന്നെ ക്ഷേത്രം, ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രമൊക്കെ 7-ാം നൂറ്റാണ്ടിനോടനുബന്ധിച്ച് ഇവിടെ നിർമ്മിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അധികം ചരിത്രത്തിലേക്ക് എന്തായാലും ഇന്ന് കിടക്കുന്നില്ല കേട്ടോ. ട്രിച്ചി പട്ടണം എത്രയോ വലുതാണെന്ന് നമുക്ക് ഇതിൻ്റെ ഏറ്റവും മേളിൽ കയറി ഇന്ന് താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കട്ടൽ പോലെ പരന്ന് കിടക്കണം കണ്ടില്ലേ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ട്രിച്ചി പട്ടണത്തിന് ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് കാവേരി നദി ഒഴുകുന്നത് കാണാം. ഇവിടെ നമുക്ക് ശ്രീരംഗം ക്ഷേത്രം കാണാം കേട്ടോ. ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ ആ വലിയ ഗോപുരം ഇവിടുന്ന് കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നല്ലോ ട്രിച്ചിയിൽ വന്നപ്പം, ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തതല്ലേ. അപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് മെയിനായിട്ടും വന്നത് സൺസെറ്റ് കാണാനാട്ടോ. സൺസെറ്റിൻ്റെ ടൈമാണ്. സമയം 5:50 കേട്ടോ. ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ്. നല്ല തിരക്കുണ്ട് മേളിലെ ടെമ്പിളിലൊക്കെ. ആ സൂര്യൻ്റെ അടുത്തോടെ കണ്ടില്ലേ 2 കമ്പികൾ മേളിൽ. കമ്പിയാണോ വയറാണോ എന്തെന്നറിയില്ല, മേളിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്താ പറയുക, ഒരു ചരടിൽ ഇങ്ങനെ മുത്ത് കോർത്തിട്ടേക്കണ പോലെ അല്ലേ. അങ്ങനെ റോക്ക് ഫോർട്ടിൽ നിന്നൊക്കെ തിരിച്ച് താഴെ ഇറങ്ങി കേട്ടോ. അതെ, തിരിച്ച് ടൗണിലേക്ക് വന്നപ്പോൾ ഇവിടെ തിരക്ക് നോക്കി. എന്ത് തിരക്കാത്, എന്താ
എന്താണ് ഉത്സവം വരെ നടക്കുകയാണോ? ഈ റോക്ക് ഫോർട്ടിലൊക്കെ ആയിട്ട് പോകുന്നതാണ്. പിന്നെ ഈ ചന്തയിലൊക്കെ ആയിട്ട് അയ്യോ ഓണടിച്ച് ചെവിയൊക്കെ തളയുകയാണ്. വണ്ടിയും ബ്ലോക്കും എല്ലാം ആയിട്ട് ബഹളമയമാണ്. ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരാണ് കൂടുതലും. സ്വന്തം വാഹനങ്ങളിലും പിന്നെ ബസ്സൊക്കെ കയറാനായിട്ട് കുറേ പേരൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാം. അപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ നമ്മുടെ ഈ ഒരു പ്രയാണം രാത്രിയോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ട്രിച്ചിയിൽ നിന്നുള്ള കാഴ്ചകൾ തീരുന്നില്ല. ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ട്രിച്ചിയിൽ ഇന്നൊരു രാത്രി തങ്ങാനായിട്ട് എടുത്തേക്കുന്ന റൂം ഇവിടെ ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ്. ബഡ്ജറ്റ് റൂമാണ്. അപ്പോൾ ചെറിയൊരു റൂമാണ് കേട്ടോ. 500 രൂപയാണ് റെൻറ്റ്. അതെ, ഒരു സിംഗിൾ ബെഡ്. അതിൻ്റെ മേളിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ ലുങ്കിയൊക്കെ വിരിച്ചു കിട്ടും. അപ്പോൾ കണ്ടു ഞാൻ ശരിക്കും ആശുപത്രി കിടക്ക പോലെ ഉണ്ടല്ലേ. അപ്പോൾ ചെറിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു TV ഒക്കെ ഉണ്ട്. അതൊക്കെ ഓണാവായിരിക്കും.